ഹായ് കൂട്ടുകാരെ, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഋതുസ് വേൾഡ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് വന്നേക്കുന്നത് എൻ്റെ അടുക്കളത്തോട്ടത്തിലെ ഒരു പച്ചമുളകിൻ്റെ ചെടിയാണ് ഇത്. അപ്പോൾ ഇത് നിറയെ ഇത് കായ്ച്ചു നിൽക്കുന്നത് നിങ്ങളെല്ലാവരും കണ്ടോ? അതുകൊണ്ട് നോക്കിയേ, നല്ല ബുഷായിട്ട് ഇഷ്ടം പോലെ കായ്കളും പൂവുകളും ഒക്കെ വന്ന് നിൽപ്പുണ്ടേ. അപ്പോൾ ഇത് നന്നായിട്ട് കായ്ക്കാനും ഇതിങ്ങനെ നല്ല പച്ചപ്പോടെ നിൽക്കാനും ഞാനൊരു വളം നൽകുന്നുണ്ട് ഇതിന്. അതിൻ്റെ പേരാണ് സൂപ്പർ മീൽ. അപ്പോൾ അതെന്താണെന്നും അതെങ്ങനെയാണ് നമ്മുടെ ചെടികൾക്ക് കൊടുക്കുന്നതെന്നുമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ സൂപ്പർ മീൽ എന്ന് പറഞ്ഞ വളം. ഇത് നമ്മുടെ നഴ്സറികളിലും പിന്നെ നമ്മൾ ഈ പച്ചക്കറി തൈ മേടിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ കിട്ടുമേ. എനിക്കിത് 1 കിലോ 30 രൂപയ്ക്കാണ് കിട്ടിയത്. അപ്പോൾ അതേടെ നോക്കിക്കേ, ഇതാണ് നമ്മുടെ സൂപ്പർ മീൽ എന്ന് പറഞ്ഞത്. ഇതിൻ്റെ അകത്ത് എന്തൊക്കെ അടങ്ങിയിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാവോ? ഇതൊരു സമഗ്ര വളക്കൂട്ടാണ് സത്യം പറഞ്ഞാൽ. ഇതിലടങ്ങിയിരിക്കുന്ന സാധനങ്ങളെന്ന് പറഞ്ഞാൽ നമ്മുടെ കടലപ്പിണ്ണാക്കുണ്ട്, വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി, ചാണകപ്പൊടി, വെർമി കമ്പോസ്റ്റ്, ആട്ടിൻ കാഷ്ടം തുടങ്ങിയ എല്ലാം കറക്റ്റ് അനുപാതത്തിൽ ചേർത്തിട്ടുള്ള ഒരു വളമാണ് ഇത്. ഇത് നമ്മുടെ ചെടികൾക്കുണ്ടല്ലോ നല്ല സൂപ്പർ ഒരു വളമാണ്. ഇത് ഞാൻ 15 ദിവസം കൂടുമ്പം എൻ്റെ ചെടികൾക്ക് ഞാൻ ഇട്ട് കൊടുക്കാറുണ്ട്. അതുകൊണ്ടാണ് കണ്ടോ എൻ്റെ ചെടികളെല്ലാം നിങ്ങൾ നോക്കി കണ്ടോ, നല്ലതായിട്ട് ഇഷ്ടം പോലെ കാ പിടിച്ച് നിൽക്കുന്നുണ്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും ഈ വളം മേടിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ ഇതുപോലെ നിങ്ങൾക്കും വീട്ടിൽ നിങ്ങളുടെ മുളകൊക്കെ ഇതുപോലെ കായ്ച്ചെടുക്കാവേ. ഈ സൂപ്പർ മീലിൻ്റെ അകത്തുണ്ടല്ലോ നമ്മുടെ ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, പിന്നെ നമ്മുടെ കാൽസ്യം അടങ്ങിയിട്ടുണ്ട്. മൈട്രിയോ ന്യൂട്രിയൻറ്റുകളും ഇതിൻ്റെ അകത്ത് ഒത്തിരി അടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ചെടികൾക്ക് നല്ലൊരു വളമാണ്. എല്ലാവരും ഇത് വീട്ടിൽ മേടിച്ച് ഉപയോഗിച്ച് നോക്കണേ. ഇത് ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് കരുതുന്നു. നമ്മുടെ ഉണ്ടല്ലോ എല്ലുപൊടിയിലും കടലപ്പിണ്ണാക്കിലും അടങ്ങിയിരിക്കുന്ന ഫോസ്ഫറസ് ഉണ്ടല്ലോ, ഫോസ്ഫറസും പൊട്ടാസ്യവും നമ്മുടെ പൂക്കൾ കൊഴിയുന്നത് തടഞ്ഞിട്ടുണ്ടല്ലോ നമുക്ക് ഇഷ്ടം പോലെ മുളകുകൾ ഉണ്ടാകാൻ സഹായിക്കുവേ. ഇത് കണ്ടോ, നമ്മുടെ ഗ്രോ ബാഗിൽ വെക്കുന്ന നമ്മുടെ ചെടികൾക്ക് പ്രധാനമായിട്ടും വരുന്നൊരു രോഗമാണ് മഞ്ഞളിച്ച് നിൽക്കുന്നത്. നൈട്രജൻ ഉള്ളത് കൊണ്ടുണ്ടല്ലോ നമ്മുടെ ചെടികളെല്ലാം നല്ല പച്ചപ്പോടെ തന്നെ നിൽക്കുവേ. പിന്നെ ഇതിലടങ്ങിയിരിക്കുന്ന വേപ്പിൻ പിണ്ണാക്കുള്ളത് കൊണ്ടുണ്ടല്ലോ നമ്മുടെ ചെടിയുടെ വേരുകളെ ആക്രമിക്കുന്നുണ്ടല്ലോ നിമാവിരകൾ പോലുള്ള രോഗകാരികളെ ഉണ്ടല്ലോ ഇത് അകറ്റി നിർത്തുവേ. അത് കാരണം നമ്മുടെ ചെടികൾക്ക് നല്ലൊരു വളമാണ് ഇത്. ഞാൻ 15 ദിവസം കൂടുമ്പോഴാണ് ഈ സൂപ്പർ മീൽ ഞാൻ ഉപയോഗിക്കുന്നത് നമ്മുടെ ചെടിക്ക്. അപ്പം നമുക്കിത് ഒരു പിടി സൂപ്പർ മീൽ ഇതിനോട്ട് ഇട്ട് കൊടുക്കാവേ. നമ്മുടെ ചെടിയിലോട്ട് തണ്ടിൽ നിന്ന് കുറച്ച് അകറ്റി മാറ്റി ഇട്ട് കൊടുക്കണേ. എന്ത് വളമിട്ടാലും ഉണ്ടല്ലോ തണ്ടേ മുട്ടരുതേ. ഇതിലൊരു ചീര നിൽപ്പുണ്ടായിരുന്നു കേട്ടോ, ഞാനത് വിളവെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ തണ്ട് പാതി മുറിച്ച് അവിടെ നിർത്തിയേക്കുവാണ്. ഇനി ഇതിൽ നിന്ന് തന്നെ പൊട്ടിക്കിളിക്കുക, അതിനുവേണ്ടി നിർത്തിയേക്കുവാണ്. നമ്മൾ വളമിട്ട് കഴിഞ്ഞിട്ടുണ്ടല്ലോ കുറച്ച് മണ്ണിട്ട് കൊടുക്കണേ. നന്നായിട്ട് കുറച്ച് മണ്ണിട്ട് കൊടുക്കാവേ. നമുക്ക് ഈ ശീമക്കൊന്നയുടെ ഇലയാണ് ഇതിൻ്റെ അകത്ത് കിടക്കുന്നത്. ഇതിനപ്പം നല്ലതായിട്ട് കുറച്ച് മണ്ണിട്ട് കൊടുക്കണേ. പെട്ടെന്ന് ഇതും അങ്ങ് അഴുകി ചേരും കേട്ടോ. ഇത് നേരത്തെ ഞാൻ നിങ്ങളെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ ശീമക്കൊന്നയുടെ ഇല ഇടുന്നതൊക്കെ. അപ്പം നമ്മൾ മണ്ണിട്ട് കൊടുത്താൽ കുറച്ച്. ഇനി നമുക്കുണ്ടല്ലോ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാവേ. ഏത് വളം എപ്പോൾ കൊടുത്താലും ഉണ്ടല്ലോ അത് കഴിഞ്ഞിട്ട് നമ്മൾ നല്ലതായിട്ട് നനച്ച് കൊടുക്കണേ ചെടിയുടെ ചുവട്, ഇല്ല ഉണങ്ങിപ്പോവും കേട്ടോ. വളമിടുമ്പോഴത്തേന് പ്രത്യേകം എല്ലാവരും ഒരു കാര്യം ശ്രദ്ധിക്കണേ. ഒന്നെങ്കിൽ രാവിലെ അല്ലെ വൈകുന്നേരം മാത്രമേ ഇടാവുള്ളേ. വെയിലുള്ള സമയത്തൊന്നും ഇതുപോലുള്ള വളങ്ങളൊന്നും വാരി ഇട്ട് കൊടുക്കല്ലേ ചെടിക്ക് കേട്ടോ, കരിഞ്ഞു പോയേ ചെടി. 15 മുതൽ 20 ദിവസങ്ങൾക്കിടയിൽ മതി കേട്ടോ നമ്മൾ ഈ വളം കൊടുത്താൽ മതിയേ ചെടികൾക്ക്. നിങ്ങളും അപ്പം ഇതുപോലെ നിങ്ങളുടെ വീട്ടിൽ സൂപ്പർ മീൽ മേടിച്ച് ഉപയോഗിച്ച് നോക്കണേ, നല്ല ഫലം കിട്ടും കേട്ടോ. അപ്പം എന്തെങ്കിലും സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറയാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.